നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് യഥാർത്ഥ സ്നേഹം. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ അതേ വിധി തന്നെയാവും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിലായിരിക്കാമെന്നത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാവുമെന്ന തത്വം മറക്കാതിരിക്കുക. വിജയത്തിൻ്റെ ഏറ്റവും ശക്തമായ ഘടകം ആത്മവിശ്വാസമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. വ്യക്തിത്വം എന്നത് ജീവിതത്തെ ഫലപ്രദമായി നയിക്കാൻ ആവശ്യമായ പ്രേരക ശക്തിയാണ്. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപം ഉണ്ടായേക്കാം, പക്ഷെ പഴയ പോലെ ഭംഗി ഉണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. നിങ്ങൾ അവസരം കൊടുക്കാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സാഹചര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞുപോയവരെ മറക്കരുത്. സാഹചര്യം മുതലാക്കി പിരിഞ്ഞുപോയവരെ ഓർക്കുകയും അരുത്. സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയും പോലെ മറ്റാർക്കും അറിയില്ല. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാവരുത്. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ജീവിക്കുക ഓരോ നിമിഷവും. ആരെയും തൃപ്തിപ്പെടുത്താനല്ല, നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. നമ്മൾ ഇവിടുന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടവും ഇല്ല എന്ന് മനസ്സിലാക്കണം. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്ന കാര്യം കൂടെ ചിന്തിക്കണം. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. താളുകൾ എത്ര മറിച്ചാലും നാളെ എന്തെന്നറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. ജീവിതമാണ്. തോൽക്കപ്പെടും, ചതിക്കപ്പെടും, പുച്ഛിക്കപ്പെടും. ചെയ്യുന്നത് ശരിയാണെങ്കിൽ വിജയം ഒരുനാൾ നമ്മെ തേടി വരും. ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ.
ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത്. അടർന്ന് വീഴുന്നതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. അർഹതയില്ലാത്തത് പൊഴിയും. അത് സ്വാഭാവികം മാത്രമാണ്.